ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ന്യൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാൻ നുറുക്ക് ഗോതമ്പ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നൊരു സ്നാക്ക് റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ 1/2 കിലോ നുറുക്ക് ഗോതമ്പ് തലേദിവസം രാത്രി തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഈ നുറുക്ക് ഗോതമ്പ് കുറേശ്ശെ ആയിട്ട് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം കൂടി പോകരുത്, നല്ലൊരു തിക്ക് ബാറ്ററായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് നുറുക്ക് ഗോതമ്പ് അരച്ചെടുക്കണം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ അരച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നുറുക്ക് ഗോതമ്പ് മുഴുവനായിട്ട് നമുക്ക് ഇതേപോലെ അരച്ചു മാറ്റി വെക്കാം. എന്നിട്ട് അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരുംജീരകവും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഈ തേങ്ങയും പെരുംജീരകവും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്തതിന് ശേഷം അതും കൂടെ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നാൽ വെള്ളം ഒരുപാട് കൂടാനും പാടില്ല, ആ ഒരു പാകത്തിന് വെള്ളം ഒഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞതും, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്കിതിന് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. കറിയൊന്നും ഇല്ലാതെ തന്നെ ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ച് കറക്റ്റാക്കി എടുക്കുക. ഇനി ഒരു ദോശച്ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ മാവ് കുറേശ്ശെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പയ്യെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കരുത്, ഒരിച്ചിരി കട്ടിക്ക് പരത്തിയെടുക്കുക. എന്നിട്ടിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ മൂടി വെച്ച് ഒരു വശം വേവിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് കുറച്ചുകൂടെ ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മറിച്ചിടാം. അപ്പോൾ 2 സൈഡും ഇതേപോലെ തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ ആണെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഈവനിങ്ങിലേക്കാണെങ്കിലും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.